കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് കലയുടെ വിസ്മയങ്ങൾ മറയുന്ന കാഴ്ചയാണ് 2025 സാക്ഷ്യം വഹിച്ചത്. മലയാളിയുടെ ചിരിയും ചിന്തയും പാട്ടും പ്രണയവുമെല്ലാം അടയാളപ്പെടുത്തിയത് ഒരു പിടി പ്രിയ കലാകാരന്മാരുടെ വിയോഗം ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത ശൂന്യതയാണ് സമ്മാനിച്ചത്. പാട്ടിന്റെ വസന്തം അവസാനിപ്പിച്ച് മലയാളത്തിന്റെ ഭാവഗായകൻ മടങ്ങിയത് 2025 തുടക്കത്തിൽ. സംഗീതപ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകൻ വിടവാങ്ങിയത് സംഗീത ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി. 5 പതിറ്റാണ്ടുകൾ 5 ഭാഷകളിലായി 16,000-ഓളം ഗാനങ്ങൾ. ആ ശബ്ദമാധുര്യം മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും എന്നും കൂട്ടായിരുന്നു. JC ഡാനിയൽ പുരസ്കാര ജേതാവായ അദ്ദേഹത്തിന്റെ വിയോഗം പാട്ടിന്റെ ലോകത്ത് എന്നും ഒരു മായാത്ത നോവായി അവശേഷിക്കും. ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ മടങ്ങി. വർഷം അവസാനിക്കുമ്പോൾ മലയാളിയെ തേടിയെത്തിയത് മറ്റൊരു തീരാ നഷ്ടമാണ്. ചിരിയിലൂടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാട്ടിത്തന്ന ശ്രീനിവാസന്റെ വിയോഗം ചലച്ചിത്ര ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തിച്ച അദ്ദേഹം സമൂഹത്തിന് നേരെ തുറന്നുപിടിച്ച കണ്ണാടിയായിരുന്നു. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം കൊളുത്തിവെച്ച ചിന്തകൾ ഇനിയുള്ള തലമുറകൾക്കും വഴികാട്ടിയാകും. ഡിസംബർ 20 അദ്ദേഹം മടങ്ങുമ്പോൾ ഒട്ടേറെ കഥകൾ പൂർത്തിയാക്കാതെ ബാക്കിയാവുകയായിരുന്നു. അരനൂറ്റാണ്ടോളം അരങ്ങുവാണ് സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ കയ്യൊപ്പു ചാർത്തിയ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ വിയോഗം ഉൾക്കൊള്ളാൻ ഇനിയും മലയാള സിനിമാ ലോകത്തിന് ആയിട്ടില്ല. ലോക സിനിമയിലെ വിസ്മയമായിരുന്നു ഷാജി N. കരുൺ. മലയാള സിനിമയെ കാൻ ചലച്ചിത്രമേളയുടെ ചുവന്ന പരവതാനിയിലെത്തിച്ച വിശ്വപ്രസിദ്ധ സംവിധായകൻ ഏപ്രിൽ 28 വിട പറഞ്ഞത്. പിറവിയും വാനപ്രസ്ഥവും സ്വംവും ഒരുക്കിയ ആ ക്രാഫ്റ്റ്മാൻ ചലച്ചിത്രകലയുടെ മുകളിൽ ചാർത്തിയ അടയാളങ്ങൾ മായാത്തവയാണ്. പത്മശ്രീയും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും നേടിയ അദ്ദേഹം മലയാള സിനിമയുടെ ആഗോള അംബാസിഡറായിരുന്നു. ബോളിവുഡിന്റെ ഹീമാൻ ധർമ്മേന്ദ്രയുടെ വിയോഗം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ ആഘാതമായി. 90 വയസ്സ് തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ആ ബോളിവുഡ് ഇതിഹാസം പ്രേക്ഷകരെ ദുഃഖത്തിലാക്കി വിട പറഞ്ഞത്. 6 പതിറ്റാണ്ടോളം നീണ്ട ആ അഭിനയ വിസ്മയം ഷോലയിലെ വീരുവിലൂടെ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. സ്റ്റേജുകളിലും വെള്ളിത്തിരയിലും ചിരിയുടെ പൂത്തിരി പടർത്തിയ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം 2025 ഓഗസ്റ്റ് 1 മിമിക്രി ലോകത്തെ ആ നിഷ്കളങ്കമായ മുഖം ഇനി ഓർമ്മകളിൽ മാത്രം ശേഷിക്കുന്നു. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ പ്രണയമുഖങ്ങളായിരുന്ന ഷാനവാസും രവികുമാർ മേനോനും ഈ വർഷം വിടവാങ്ങി. പ്രേം നസീറിന്റെ മകൻ എന്നതിലുപരി മികച്ച വേഷങ്ങളിലൂടെ ഷാനവാസ് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഇന്ദുലേഖയിലൂടെ തുടങ്ങിയ അഭിനയ ജീവിതമായിരുന്നു രവികുമാറിൻ്റേത്. വില്ലൻ വേഷങ്ങളിലും സ്വഭാവ നടനായും തിളങ്ങിയ വിഷ്ണുപ്രസാദിന്റെ വിയോഗം ടെലിവിഷൻ സിനിമാ മേഖലയ്ക്ക് ഒരുപോലെ നഷ്ടമുണ്ടാക്കി. കാലം ഇങ്ങനെ കടന്നുപോകും, വർഷങ്ങൾ മാറും. പക്ഷേ ഇവർ വെള്ളിത്തിരയിലും സംഗീതത്തിലും ബാക്കി വെച്ചുപോയ കലയുടെ ആഴം ഒരിക്കലും മായുന്നില്ല. 2025 വിടവാങ്ങുന്നത് ഈ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ്. അവരുടെ കലയിലൂടെ അവർ എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കും. ജനം, കൊച്ചി.